ഈ ഡോക്ടർക്ക് സർജറി ചെയ്യുമ്പോൾ ഉന്മേഷം ലഭിക്കാൻ വേണ്ടി പാട്ട് കേൾക്കണമായിരുന്നു. അദ്ദേഹം ഓപ്പറേറ്റിംഗ് റൂമിനെ ഒരു ഡാൻസ് പാർട്ടി വേദിയെപ്പോലെയാക്കി മാറ്റി. എന്നിരുന്നാലും പുറത്ത് നിരവധി വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ പ്രശസ്തി കാരണം അവിടെ എത്തിയിരുന്നു. കാരണം ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ന്യൂറോ സർജൻ ആയിരുന്നു. ഒരിക്കലും ഭേദമാക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ രോഗികളെ പോലും അദ്ദേഹം അനായാസം സുഖപ്പെടുത്തി. പാട്ട് കേട്ടുകൊണ്ട് തന്റെ മികച്ച ചികിത്സാ ശൈലി ഉപയോഗിച്ച് ഡോക്ടർ സ്ട്രേഞ്ച് നിരവധി പ്രശസ്തിയും സമ്പാദിച്ചു. എങ്കിലും ഒരു ദിവസം പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയങ്കരമായ കാർ അപകടം സംഭവിച്ചു. ഡോക്ടർ സ്ട്രേഞ്ച് ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൈകളിൽ ഫിക്സേഷനായി ഉപയോഗിച്ച സ്റ്റീൽ ആണികൾ നിറഞ്ഞിരുന്നു. താൻ അഭിമാനിച്ചിരുന്ന കഴിവ് തകർന്നുപോയിരുന്നു. ഒരു മുൻനിര ഡോക്ടർ എന്ന നിലയിൽ സ്വന്തം കൈകളുടെ അവസ്ഥ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഡസൻ കണക്കിന് ശസ്ത്രക്രിയകൾക്ക് ശേഷം കൈകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും വിറയ്ക്കുന്ന കൈകൾ അദ്ദേഹത്തിന് കൈകൾ നഷ്ടപ്പെട്ടതിന് തുല്യമായിരുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് കൈകൾ നന്നാക്കാൻ വിവിധ വിദഗ്ധരെ സമീപിച്ചു. പക്ഷെ ഒടുവിൽ അദ്ദേഹം യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വന്നു. ഒരു സ്കാൽപ്പൽ ഉപയോഗിക്കുന്ന കാര്യം പോകട്ടെ, റേസർ പോലും പിടിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി. ഡോക്ടർ സ്ട്രേഞ്ച് ക്രമേണ നിരാശയിലേക്ക് വീഴുന്ന സമയത്താണ് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിൽ നിന്ന് വിചിത്രമായ ഒരു കാര്യം കേൾക്കുന്നത്. നട്ടെല്ലൊടിഞ്ഞ ഒരു രോഗിയെക്കുറിച്ച് അവർ പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ കാലുകൾ തളർന്നിരുന്നു. പക്ഷെ ഒരു ദിവസം അയാൾക്ക് സാധാരണ പോലെ നടക്കാൻ കഴിഞ്ഞു. ഡോക്ടർ സ്ട്രേഞ്ച് ആ രോഗിയുടെ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചു. ഞരമ്പുകൾക്കുണ്ടായ ക്ഷതം തന്റേതിനേക്കാൾ ഗുരുതരമായിരുന്നു. യുക്തിപരമായി പറഞ്ഞാൽ സുഖം പ്രാപിക്കുക അസാധ്യമായിരുന്നു. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് ആ രോഗിയെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ബാസ്കറ്റ്ബോൾ കളിക്കുകയായിരുന്നു. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ തുടർച്ചയായ ചോദ്യങ്ങൾക്കൊടുവിൽ രോഗി തന്റെ രോഗമുക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തി. തുടർന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.